ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. ഞാനൊരു ദിവസം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പോയി. ആ മയ്യത്ത് നിസ്കരിക്കുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നിസ്കാരം. ഏകദേശം ഒരു വെളിച്ചം വന്നിട്ട് എന്നാ പറഞ്ഞത്, 6:30 മണിക്കൊക്കെ. ഞാൻ ആ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി. സുബഹിക്ക് 4:50 അന്ന് നിസ്കാരം. ഞാൻ നോക്കുമ്പം ആ പള്ളിയിൽ കാസർഗോഡിൻ്റെ അടുത്ത കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു വാപ്പ, ഒരു പ്രായമുള്ള ഒരു 50-55 വയസ്സുള്ള ഒരു കാക്കുണ്ട്. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഞാനൊരിക്കൽ കുമ്പളയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അപ്പം പറഞ്ഞു, ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ഇന്നലെ ഇശായിന് ശേഷമാണ് അദ്ദേഹം മരിക്കണത്. ഇശായിന് ശേഷം മരിച്ച അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 4:30 നിങ്ങൾ നന്മണ്ടക്കടുത്തുള്ള പള്ളിയിൽ എത്തിക്കെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇശായിന് ശേഷം മരിച്ച വിവരം അറിഞ്ഞത് ഞാൻ 9 മണിക്കാണ്. 11:20 മംഗലാപുരത്തുനിന്ന് ട്രെയിന്. ഞാൻ വേഗം എൻ്റെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ കയറി. 3:10 ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. 4:10 ഓട്ടോറിക്ഷയും വിളിച്ച് ഞാൻ ഈ പള്ളിയിലെത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഇത്രയൊക്കെ വരണമെങ്കിൽ ഇത് പരപ്പനങ്ങാടി മയ്യത്തുണ്ട് എന്ന് കേട്ടാ ഇവിടുന്ന് പോകാത്ത മനുഷ്യരുള്ള കാലത്ത് കുമ്പളയെന്ന് വരിക. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണോ കുടുംബമാണോ എന്താ? അദ്ദേഹം പറഞ്ഞു, ഹേയ് അങ്ങനെയൊന്നുമില്ല, എന്നാലും പറ എന്ന് അറിയാനുള്ള ആകാംക്ഷയെ ചോദിച്ചതാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, 2022 ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ട്. അന്ന് ജംറയിൽ കല്ലെറിയുന്ന ആദ്യത്തെ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് ഞാനെല്ലാം കൂടി അങ്ങോട്ട് ശ്വാസം മുട്ടി ഇല്ലാണ്ടായി പോയി. ഇനി അങ്ങോട്ടുള്ള 2 ദിവസത്തേറി എനിക്ക് പറ്റൂലല്ലോ റബ്ബേ എന്നുള്ള കണ്ണീരിൽ ഞാൻ നിൽക്കണമ്പോൾ ഒരു പരിചയമില്ലാത്ത ഈ മനുഷ്യൻ മലയാളിയാന്ന് ബോധ്യപ്പെട്ടപ്പോൾ എന്നെ കൈകൊണ്ട് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. പിന്നെ അങ്ങോട്ട് 18 ദിവസം 2 ദിവസത്തെ ജംറയിലെ കല്ലേറടക്കം എന്നെ ഒരു പൈതലിനെ പോലെ കൊണ്ടടന്ന മനുഷ്യനാ കിടക്കണത്. ആ മനുഷ്യന് ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ വന്നില്ലേ, പിന്നെ ഞാൻ ആർക്കാ നിസ്കരിക്കാന്ന്? ഞമ്മക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വരേണ്ടതേ നാട്ടിലുള്ള കുറെ നമ്മളെ എങ്ങനെ വരാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ വന്നിട്ടൊന്ന് നിസ്കരിച്ച് എങ്ങനെങ്കിലൊക്കെ 3 പിടി മണ്ണ് വാരിയിട്ട് പിന്നെ അയ്യാള്ളാഹുമ്മ സബ്ബിത്തുല്ലുമ്മ കൈമലേക്ക് നോക്കി ഇടുതൊന്ന് കെയ്യാലെ സമാധാനം കിട്ടുമെന്നുള്ള കോലത്തിൽ നിൽക്കുന്ന പോലെ അല്ല വരണ്ടേ. മനസ്സറിഞ്ഞറിയുന്നവര് അറിയാത്തവര് പ്രാർത്ഥിക്കണം. അറിയാത്തവര് നമുക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യണം. അതിനെന്ത് വേണം? നമുക്ക് കുടുംബത്തിൽ ഒരു വില ഉണ്ടാവണം, കുടുംബത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവണം. മഹാനായ ഫാത്തിമ റളിയല്ലാഹു തആലഹയും അലി ഇബ്നു അബീ ത്വാലിബും തമ്മിലുള്ളൊരു കഥ പറയാറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആലഹ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും. നിങ്ങൾ കേട്ട കഥയാ, ഒരിക്കൽ കൂടി പറയാം. തലവെച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ? അലി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെട്ടു. എന്നിട്ട് ചോദിക്കൂ, എന്ത് ചോദ്യാ ഫാത്തിമ? ഫാത്തിമ ബീവി ചോദിക്കും, പറ അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ? അലി ഇബ്നു അബീ ത്വാലിബ് കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പം ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടണം കേട്ടോ. കെട്ടേണ്ടത് ആരാന്നറിയോ അലി? പറഞ്ഞു തീരുന്നതിൻ്റെ ഇടയ്ക്ക് അലീൻ്റെ കഴുത്തക്കൂടെ അങ്ങനെ കൈയിട്ട് അലീൻ്റെ ആ മുടി നിറഞ്ഞ കവിളത്തൊരു ഉമ്മ കൊടുത്ത് പതുക്കെ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലി, ഞാൻ മരിച്ച പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ ഉമാമനെ ആയിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖിയ, മൂന്നാമത്തത് ഉമ്മു കുൽസു, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാണ്, അലി, ഞാൻ മരിച്ച നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമ റളിയല്ലാഹു അൻഹാനെ ആവണം. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചോളിട്ടോ. ഏകദേശം നിങ്ങൾ മരണത്തിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പിയാപ്പനെ അടുത്ത് വിളിച്ചിട്ട് പറയാതാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, എൻ്റെ മൂത്ത പെങ്ങളുടെ മോളെ എന്നൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് കേട്ട അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് വർത്താനാ ഫാത്തിമ? ഫാത്തിമ ബീവി അലിയുടെ കണ്ണീര് തുടച്ചിട്ട് പറയും, കെട്ടണേ അലിയെ, ഞാൻ മരിച്ച നിങ്ങൾ ഉമാമനെ തന്നെ കെട്ടണേ അലിയെ. എന്തുകൊണ്ടാണെന്നറിയോ അലി? നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ എൻ്റെ കുടുംബത്തുനിന്ന് പുറത്തു പോകാൻ പാടില്ല. നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ ഭാര്യയെ ബഹുമാനിക്കുന്ന, നിങ്ങളെപ്പോലെ മക്കളെ ആദരിക്കുന്ന, നിങ്ങളെപ്പോലെ ബന്ധം ചേർക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം അലി.
അതുകൊണ്ട് നിങ്ങൾ വേറെ പോയി കെട്ടരുതേ അലി. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് കെട്ടിയ നിങ്ങൾ അങ്ങോട്ടായി പോവും. അതുണ്ടാവല്ലേ അലിയെ? ഞാൻ മരിച്ചാൽ നിങ്ങൾ കെട്ടേണ്ടത് ഉമാമനെയാവണം. ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി മരണപ്പെടുന്നുണ്ട്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ആരെയാണെന്നറിയോ? ഇതേ ഉമാമ റളിയല്ലാഹു അൻഹാനെ തന്നെയാണ്. ഇനി നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുക, പെണ്ണുങ്ങളെ മടിയിൽ തലവെച്ച് പിയാപ്ലാര് കിടക്കുക, അല്ലെങ്കിൽ നിങ്ങളോ മുപ്പരെ പിടിച്ച് കിടത്തുക. എന്നിട്ട് ചോദിക്കുക, അല്ലേ ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടുവോ? ചിലപ്പോൾ മുഖത്തെ കൊക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരി, രണ്ടാമത് പറയുന്നത് എന്തായിരിക്കും? കെട്ടിക്കോള് കണ്ടിട്ടോ, ഞാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു പെണ്ണുങ്ങളൊക്കെ നിർബന്ധമാക്കും. പിന്നെ ഒരു കാര്യം, മേലാൽ ഇഞ്ച കുടുംബത്തിൽ നിന്ന് കെട്ടരുത്, ഞാൻ അനുഭവിക്കേണ്ടതോ അനുഭവിച്ചു, നിങ്ങൾ വേറെ എവിടെയും പോയി കെട്ടിക്കോളേണ്ടി. ഇനി അഥവാ മൂപ്പത്തി ഉറപ്പൊക്കെ പറഞ്ഞു, നമ്മളിങ്ങനെ മനസ്സിലുള്ള മുഖത്തേക്ക് നോക്കി നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കെട്ടൂലേന്ന് ചോദിക്കുമ്പം ആണുങ്ങൾ എന്തായിരിക്കും പറയാ? ഇനിയും ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ, സുബ്ഹാനല്ലാഹ്, എന്നെ തന്നെ ഞാൻ എങ്ങനെയോ കൊണ്ടുവരുന്നതാ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് വില ഉണ്ടാവേണ്ടത് അവൻ്റെ ഇൻഡിവിജ്വൽ ഫാമിലിയിലാ, അവൻ്റെ കുടുംബത്തിലോ അവൻ്റെ വില. നമുക്ക് വിലയും നിലയും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടേണ്ടത്, എനിക്ക് നിങ്ങൾ നാട്ടുകാർ താനൂർക്കാർ എത്ര വിവരം തന്നാലും വില തന്നാലും, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പഹയം വന്നു എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ എനിക്കൊരു വിലയില്ല. ലോകത്ത് ഞാൻ എത്ര മനോഹരമായി പ്രസംഗിച്ചാലും എൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പം കണ്ണ് നിറയുന്ന പെണ്ണാ എൻ്റെ പെണ്ണെങ്കിൽ അതാ എൻ്റെ ഭംഗി, അവളാ എൻ്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് നമുക്ക് വില ഉണ്ടാവേണ്ടത് കുടുംബത്തിലാ. എൻ്റെ വാപ്പ പറയണം, എൻ്റെ അമ്മ പറയണം. ചിലരൊക്കെ എൻ്റെ പ്രസംഗം കേട്ടിട്ട് ചില കല്യാണപ്പുരയെന്നൊക്കെ ഇറങ്ങുമ്പോൾ പറയും, പിന്നെ നിങ്ങൾ ആ അമ്മനെ പറ്റിയിട്ടുള്ള വാക്കൊക്കെ കേട്ടിട്ട് ഞാൻ നിലവിളിച്ചു പോയി കുറേന്നറിയും. ഞാൻ പറയും അൽഹംദുലില്ലാ, ദുആരിക്കിട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കും, എന്നിട്ട് നിങ്ങൾ അമ്മനെ പോയി കണ്ടോ? അല്ല, അതിന് നേരം കിട്ടിയില്ല, ഒരു മാസമായി അമ്മനെ കണ്ടിട്ട്. ഇതിപ്പോ കരയാനും സങ്കടപ്പെടാനുള്ള ഒരു ഏരിയ മാത്രപ്പോ. എല്ലാവർക്കും അങ്ങനത്തെ ഒരു മാതൃസ്നേഹം പിതൃസ്നേഹമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ലോക മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ കുളിച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടോ പറയും, സ്നേഹത്തിന്റെ കുളിരായ, ഈ അടുപ്പത്തിന്റെ കരളായ, പൊക്കിൾക്കൊടിയുടെ നിറമായ എൻ്റെ ഉമ്മ. ആ സാധുവിന് ഒരു 10 ഉറുപ്പ്യൻ്റെ ഗുണം ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാ മക്കളൊന്നും ഞാൻ പറയണില്ല, ഇപ്പം എല്ലാം ഒരു അഭിനയ ലോക. നിങ്ങൾ കാണല്ലേ വെഡിങ് ആനിവേഴ്സറി, 15ാമത്തെ കൊല്ലത്തിലേക്ക് എത്തി, രണ്ടാളും റാഹത്തിൽ. അതിൻ്റെ ഇടയ്ക്ക് പള്ളി കമ്മിറ്റിക്കാർ 6 തവണ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ടാവും, 25 തവണ ചൊടിച്ചു പോയി ഉണ്ടാവും, മനസ്സുകൊണ്ട് പലതവണ പ്രാഗി ഉണ്ടാവും ഹസ്തിനെ എനിക്ക് കിട്ടിയെന്ന്. പക്ഷെ അന്ന് രാവിലെ രണ്ടാളും കൂടി കുളിച്ച് കുട്ടപ്പനായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് പറയും, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ, ഈ അടുപ്പത്തിന്റെ കുളിരായ. അമ്മായിക്ക് പോലൊന്ന് ഒട്ടി നിന്നതും ഒന്ന് നല്ലോണം മുഖത്തേക്ക് മുഖം പോലും നോക്കിയിട്ടുണ്ടാവില്ല. എന്തിനാ മനുഷ്യന്മാരെ നാട്ടുകാരെ കാണിക്കുന്നത്? എന്ത് നേട്ടാപ്പ അതിനെ കൊണ്ടുള്ളത്? ആൾക്കാരെ ബോധ്യപ്പെടുത്തണ്ട. ഞാനൊരു നല്ലോനാണെന്ന് എൻ്റെ ഭാര്യ പറയണം, ഞാനൊരു പെണ്ണ് നല്ലോളായിരുന്നു എന്ന് ഞാൻ പറയണം. ഇന്ന് നാട്ടിലെ 100 പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താൻ എല്ലാവരും ഉണ്ട്, അവനാൻ്റെ കെട്ടിയോളെ തൃപ്തിപ്പെടുത്താൻ പലർക്കും പറ്റണില്ല. ആ ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുകളിൽ 1940കളിലും 60കളിലും കോളറയും മാപ്പിള കലാപവും കൊണ്ട് കേരളക്കരയിലെ പല മാതാപിതാക്കളും മരണപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് കത്തുകൾ കോഴിക്കോട് KNMന്റെ ഓഫീസുകളിലേക്ക് വന്നു. രക്ഷിതാക്കൾ മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി യത്തീംഖാനകൾ തുടങ്ങിക്കൂടെ? അൽഹംദുലില്ലാ, കേരളത്തിന്റെ മുക്കമൂലകളിൽ യത്തീംഖാനകൾ തുടങ്ങി. യത്തീം മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നു, അവർ ഭംഗിയായി ജീവിക്കുന്നു. ഇന്ന് കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന 1000 കത്തുകളിലെ 60% കത്തിൻ്റെയും ഉള്ളടക്കം ഒന്നു മാത്രമാ. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി മുണ്ട് മുറുക്കിയെടുത്ത് മക്കളെ പോറ്റിയ ഉമ്മ ജീവിതത്തിന്റെ വഹ്നിൻ ഗർഭത്തിലെ കള്ളിപ്പിടിച്ച കാലം മുതൽക്ക് കാലിന്റെ വെരിക്കോസിന്റെ വേദന മറന്ന് ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ 9 മാസത്തിന്റെ ത്യാഗം സഹിച്ച് തന്റെ പൈതലിനെ മാറത്തെ കണച്ചുകൂട്ടി നെഞ്ചിൻ്റെ ഉള്ളിലൂടെ അരിച്ചിറങ്ങുന്ന ഉമ്മിഞ്ഞപ്പാലെന്ന അമൃതപ്പാല് കൊടുത്ത് ഒരു മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച മാതാപിതാക്കൾ വീട്ടിന്റെ പോർച്ചില, വീട്ടിന്റെ വാഹനത്തിന്റെ പോർച്ചില, കടത്തിണ്ണയില, 4 മക്കളുടെയും വീട്ടിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയല്ലേ? എത്രയെത്ര കുടുംബത്തിലാ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര രക്ഷിതാക്കളാ തുണ നഷ്ടപ്പെട്ടതിന്റെ കണ്ണീരുമായി
ഏകാന്തതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉമ്മണ്ട് വാപ്പുണ്ടാവൂല, വാപ്പണ്ട് ഉമ്മ ഉണ്ടാവൂല. കൂടെ കിടന്ന ആണിന്റെ പെണ്ണിന്റെ ഓർമ്മകളുമായി പല മാതാപിതാക്കളും കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അവസാനം നിശ്ചയിക്കപ്പെട്ട ഊഴമനുസരിച്ച് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ ഇങ്ങനെ നീങ്ങും. അവസാനം ഏതോ കുടുംബത്തിലെ ഏതോ 4 ചുമരിൻ്റെ ഉള്ളിൽ മനസ്സറിഞ്ഞൊന്നും മക്കളെ ശപിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോകുന്ന എത്ര മാതാപിതാക്കളുണ്ട് എന്നറിയോ ഈ സമൂഹത്തിൽ? ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിസ്കാരവും നോമ്പൊക്കൊന്ന് ഭംഗിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്വന്തം പെറ്റ ഉമ്മാന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം, അമ്മ ഒരു മകനെന്ന നിലക്ക് അള്ളാ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല മകനാണ് ഞാൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടോ നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം അമ്മനോടാ, പിന്നെ ചോദിക്കേണ്ടത് വാപ്പനോടാ. അതുകൊണ്ടല്ലേ ഹബീബിന്റെ അരികിൽ വന്ന് സ്വഹാബത്ത് ചോദിച്ച, റസൂലേ എനിക്ക് ഏറ്റവും വലിയ കടമ ആരോടാ? ഉമ്മുക്ക നിന്റെ ഉമ്മയോട്. റസൂലേ പിന്നെ ആരോടാ? ഉമ്മുക്ക നിന്റെ ഉമ്മയോട്. റസൂലേ പിന്നെ ആരോടാ? നിന്റെ ഉമ്മയോട്. 4ാമത്തെ തവണ അബൂക്ക എന്ന് പറയുമ്പോ അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഈ ലോകം കാണാനുള്ള കാരണം നിങ്ങളെ ഉമ്മയാ. നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഭക്ഷണം വേണം, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഭക്ഷണം വേണം, അവിടെ ശ്വസിക്കാൻ വായു വേണം, അവിടെ കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹം വേണം. എങ്ങനെ കിട്ടിയതാ? ഒരു ഉമ്മാന്റെ പൊക്കിൾക്കൊടിയിലൂടെ. ഇന്ന് ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ പറ്റാത്ത ഈ ചുരുഞ്ഞു കിടക്കുന്ന പൊക്കിൾക്കൊടി നിങ്ങളുടെ മാറത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ, ഓരോ ദിവസവും ആ പൊക്കിൾക്കൊടി തടവുന്ന സമയത്തോർക്കണേ, ഇതിലേക്കാദ്യം ഘടിപ്പിച്ച പൈപ്പായിരുന്നു നമ്മളെ ശ്വാസം, ഇതിലേക്ക് ഘടിപ്പിച്ചതായിരുന്നു ആദ്യത്തെ വാട്ടർ വെള്ളത്തിന്റെ പൈപ്പ്. ഇതിലൂടെ അനങ്ങാതെ മലർന്നു കിടക്കാതെ ഒന്നാഞ്ഞു വലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിൽ പോലും തന്റെ കുഞ്ഞിനൊരസുഖം വരരുതേ എന്ന പ്രാർത്ഥനയോടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി നീക്കിവെച്ച മാതാവ്, നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങളെ പ്രണയിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ മാതാവ് നിലത്ത് വെക്കാതെ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ കിടന്നുറങ്ങാതെ കരയുന്ന സമയത്ത് പോലും, ഇന്നലെ പോലും ഒരു ഉമ്മ പറഞ്ഞു, ഉസ്താദേ രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല, കാരണം എൻ്റെ മോന് രാത്രി ഉറങ്ങൂല, പകലോൻ ഉറങ്ങും, രാത്രി ഞാനോനെ തോളിലിട്ട് നടക്കും. ഓരോ ഉമ്മമാരും തോളിലിട്ട് ഉറങ്ങില്ലെന്ന ബോധമുണ്ടെങ്കിൽ പോലും എത്ര മക്കളുടെ ചെവികളിലേക്കാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈരാട്ട് താരാട്ടുപാട്ട് കേട്ടത്? ഹസ്ബി റബ്ബി സല്ലല്ലാഹ് മാഫി കൽബി ഖൈറുല്ലാഹ് എന്ന പാട്ട് കേട്ട് എത്രയോ രാവുകളിൽ ഉമ്മ ഉറങ്ങാതെ കിടന്ന് പോറ്റിയതാ. ഉമ്മ ഒന്ന് നല്ലോണം ബാത്റൂമിൽ പോയിട്ടില്ല. ഒന്ന് ചോദിച്ചു നോക്കുങ്ങളെ ഭാര്യമാരോട്. പൈതലിനെ കിടത്തുമ്പോഴേക്കും ഉമ്മാക്ക് കുളിക്കാൻ തോന്നുന്നില്ല, ബാത്റൂമിൽ പോകാൻ തോന്നുന്നില്ല. മക്കളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മക്കൾ വിളി തുടങ്ങും. അങ്ങനെ ത്യാഗം സഹിച്ചു വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിന്മേൽ പ്രയാസം, ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് ഈ കാണുന്ന കോലത്തിൽ നിങ്ങളാക്കി കൊണ്ടുവന്നു. മുടിക്കൊരുത്തമുണ്ട്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന വയറ്, ഇതൊക്കെയായിട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് ആ ഉമ്മാക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയോ? ആ ഉമ്മാനെ, ഞാൻ ഈ കോഴിക്കോട് MMI സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൻ്റെ തൊട്ടു മുൻപിൽ ആ ഹുത്തുബ പറയുന്നത്. അപ്പോൾ ഹുത്തുബക്ക് കയറാൻ നേരത്ത് ചിലർ കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദേ നിങ്ങൾ ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ദ്വാരിക്കണം. അപ്പം ഞാൻ ചോദിക്കും, അതെന്തേ? ഒന്നുമില്ല, അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു, മനസ്സിനെന്തോ ഒരു ബേജാറ് മാറൂല. ഞാൻ ചോദിച്ചു, മരിക്കുന്നതിൻ്റെ മുൻപ് പെങ്ങളെടുത്തായിരുന്നു ഉമ്മ, എന്തൊക്കെയോ ഒരു ക്ഷീണം തോന്നിയപ്പം പെങ്ങൾ കൊണ്ടുപോയി കാണിച്ചു, എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ എൻ്റെ തിരക്കായതുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തായാലും വീട്ടിൽ വന്ന് ഉമ്മനെ കണ്ടോളാന്ന്. പക്ഷേ തിരിച്ച് കുഴപ്പമൊന്നുമില്ലാന്ന് കേട്ടു. വീട്ടിൽ വന്നു, 4ാമത്തെ ദിവസം ഉമ്മ മരിക്കുക. എന്നിട്ട് ഓൻ ഉമ്മാന്റെ മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് നിലവിളിച്ചിട്ട് പറയാം, അമ്മക്കേ മക്കളിൽ ഏറ്റവും സ്നേഹം എന്നോടായിരുന്നു എന്ന്. ആരെ കാണിക്കാനാ മക്കളെ ഈ നിലവിളി? എന്നിട്ടോ നാട്ടിലെ ഉസ്താദിനോടൊന്ന് ചോദിക്കുക, ഉമ്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? ഞാൻ യത്തീംഖാനക്ക് ഒരു 100 അക്ക അരി തരാം, പള്ളി അമ്മക്ക് അങ്ങോട്ടേ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കുക, അതിൻ്റെ അമ്മൻ്റെ പേരിൽ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉറുപ്പ്യ കൊടുത്താൽ മതിയോടോ. ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് കൈ പിടിച്ചൊന്ന് അണച്ചുകൂട്ടി സ്നേഹിച്ചാൽ മതി. വാർദ്ധക്യത്തിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഭയം എന്താണെന്നറിയോ? അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയ. അത് നിങ്ങൾക്ക് അറിയാൻ എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ പൈതൽ ഞങ്ങൾ വേറൊരു ഉമ്മാന്റെ കൈമേൽ ഏൽപ്പിച്ചു കൊടുത്തു നോക്കി, ആ കുഞ്ഞ് അപ്പ കരയാൻ തുടങ്ങും. ഉമ്മാന്റെ തോളത്തെത്തിയ കരച്ചിൽ നിൽക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ?
ഞാൻ അവഗണിക്കപ്പെടുകയാണോ, ഞാൻ വേറെ ആരൊപ്പരും പോണ്ടി വരികയാണോ എന്നുള്ള വേദനയാ. എനിക്ക് കിട്ടേണ്ട സ്നേഹം എൻ്റെ അമ്മാന്റെ മാറത്തുനിന്ന് കിട്ടാതായി പോയോ എന്നുള്ള ആശങ്കയാ. ഇത് തന്നെയാ വാർദ്ധക്യം. അന്നോ നിങ്ങൾ എടുത്തു പൊക്കിയപ്പം വായി നുറ്റി, നമ്മൾ പറഞ്ഞു തേനാന്ന്. 75 വയസ്സുള്ള വാപ്പ കട്ടുമ്പന്നിരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ നീട്ടിത്തുപ്പി ഇതിലോടി ഒലിച്ച് അറപ്പായിട്ട് വെറുപ്പായിട്ട് വാപ്പാനോട് തുപ്പാനൊക്കെ എവിടെയെങ്കിൽ തുപ്പിയാ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലേ അള്ള പറഞ്ഞൊരു വാക്കുണ്ട്, കൂക്കല്ലുമ്മഹാത്ത്. അതേ അവസ്ഥയിലേക്ക് ഞാനും എത്തുന്നൊരു ദിവസമുണ്ട്. ഇതൊന്നും എന്നും കറുത്തു നിൽക്കൂലട്ടോ. ഇത് നമ്മൾ എത്ര ചോപ്പിച്ച് മൊയിലാഞ്ചിട്ടാലും മൊയിലാഞ്ചി അരച്ചരാൻ പെണ്ണുങ്ങളില്ലാത്തൊരു കാലവും അരച്ച് തലയിലിടാൻ പറ്റാതെ മുടിയില്ലാത്തൊരു കാലവും വരാനുണ്ട്. എത്ര ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞുണ്ടടന്നാലും ഏത് സലഫിമാർ തട്ടാലും അത്തത്താലും അതിന്റെ വെളുത്ത നൂലേകൾ കണ്ണാടിയിലൊക്കെ കാണുന്ന ഒരു ധനം വരാനുണ്ട്. അന്ന് സ്വന്തം അമ്മനെയും ബാപ്പനെയും ഏറ്റവും ഭംഗിയിൽ നോക്കി പറഞ്ഞയച്ച മക്കളും കുടുംബമൊക്കെ മനസ്സമാധാനത്തിൽ ഓരോ ദ്വാരക്കലിനും അള്ളഹാനോട് ഇങ്ങനെ സമാധാനത്തോടെ ദ്വാരക്കുമ്പോൾ പടച്ചോന്റെ നേരെ കൈനീട്ടുന്ന നമ്മളെ നെഞ്ച് പടയും, കുറ്റബോധം ഉണ്ടാവും, നീറലുണ്ടാവും. എത്ര മക്കൾ ഇന്ന് അത് അനുഭവിക്കുന്നുണ്ടെന്നറിയോ? അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. അത് അള്ള തരുന്ന ആദ്യത്തെ ശിക്ഷയാ. വാപ്പനെമ്മിനെയും നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്കും മരിയക്കും പടച്ചോൻ തരുന്ന ശിക്ഷയാണ്. സ്വന്തം മക്കൾ നാളെ തിരിഞ്ഞു നിന്നിട്ടൊരു വാക്ക് പറയുമ്പം പറഞ്ഞതനുസരിക്കാതെ മക്കൾ തോന്നിയ കോലത്തിൽ നടക്കുമ്പം പെടയും മനസ്സ്. അന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ദുനിയാവിൽ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മന്റെ സ്നേഹത്തെക്കുറിച്ച്. അതുകൊണ്ടാണല്ലോ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു കവിതയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അത് പഠിക്കാനുണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയൂല. ഇടയ്ക്കിടയ്ക്ക് ഞാനത് സ്വയം ഇങ്ങനെ വായിച്ചു നോക്കും. കാരണം ഒരു മകൻ അവൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ. അവസാനം ആ മകൻ അമ്മനെ കൂട്ടി ഒരു ബാണ്ടക്കെട്ട് അമ്മൻ്റെ മടിയിൽ വെച്ചു കൊടുത്ത് ബസ്സിൽ ബേക്കലത്തെ സീറ്റിൻ്റെ മൂലയിലേക്ക് കൊണ്ടുവച്ചിരുത്തും. എന്നിട്ട് അവൻ 4 സീറ്റ് മുൻപ് കയറിയിരിക്കും. അതിൻ്റെ അമ്മയാണ് എന്ന് പറയാനുള്ള മടി കൊണ്ടും എവിടെങ്കിലും അതിനെ പിടിച്ച് തള്ള, എന്നെ നോക്കാതെ പെട്ടെന്ന് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് തെരുവ് പോയിക്കോട്ടെ എന്ന ഒരു രീതിയിൽ അങ്ങനെ ബേക്കിൽ കൊണ്ടുവച്ചിരുത്തും. എന്നിട്ടവൻ ബസ് പുറപ്പെടാൻ നേരത്ത് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ വരിയിൽ പറയുന്നൊരു വാക്കുണ്ട്. ആ കവിത തന്നെ ആ ഭംഗിയിലാ. ഈ രീതിയിലാണത്. പിൻസീറ്റിലേക്കെത്ര നേരെ ഇരുത്തിയിട്ടു മോരം ചെരിഞ്ഞു മടങ്ങിയുരുമ്മ. പിൻസീറ്റിലേക്ക് എത്ര ഇരുത്തിയിട്ടും അതിൻ്റെ മൂലയിൽ പോയി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുകയാണ് അമ്മ. നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വെച്ചിട്ടുണ്ട്. വറ്റിപ്പോയ നീരുകളെല്ലാം വറ്റിപ്പോയി ചുക്കിച്ചുളിഞ്ഞ ആ കൈ ആ ബാണ്ടക്കെട്ടിൻ്റെ മുറുകെ നെഞ്ചിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. ഒരു പണ്ട് കാലത്തുള്ള പിഞ്ഞാണം കറ പിടിച്ച് കളറ് പോയി മഞ്ഞ കളറായി മാറിയ ആ കണ്ണുകൾ, അങ്ങനെ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒരു പിഞ്ഞാണം കറുത്തതുപോലെ കറുത്തു നിൽക്കുന്നുണ്ട്. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടുടച്ചു തുറന്നവർ. ഈ മകനിങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണിങ്ങനെ എന്ത് ചെയ്യാണ്, അടച്ച് പാടയും പീളയും നിറഞ്ഞ കണ്ണിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവസാനം അവൻ തീരുമാനിച്ചു അങ്ങാടിയിലെ ഒരു വലിയ മാളിൻ്റെ അടിയിൽ ആ തെരുവിൽ അമ്മനെ ഉപേക്ഷിക്കാം എന്നവൻ തീരുമാനിച്ചു. എന്നിട്ട് അവൻ തന്നെ പറയാ, ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. ഒരു വലിയ മാളിൻ്റെ സൈഡിലേക്ക് അമ്മനെ കൊണ്ടുപോയി തള്ളണമെന്ന് വിചാരിച്ചവൻ ബസ്സിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പോ പെറ്റു കിടക്കും തെരുവു പട്ടിക്കെന്തോരൂറ്റം കുരച്ചത് ചാടിക്കുരയ്ക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് പെറ്റ് കിടക്കുന്ന ഒരു പട്ടി ആ തെരുവിലുണ്ട്, അത് ആ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റെ നേരെ ഇങ്ങനെ കുരച്ച് ചാടുക. അപ്പോൾ അവൻ ഓർമ്മ വന്നതോ എൻ്റെ അമ്മനെയാ. വീണ്ടും ആ അമ്മനെ കൂട്ടിയിട്ട് അവൻ വിചാരിച്ചു ഏതായാലും കുറച്ച് മുൻപോട്ട് പോയിട്ട് ആശുപത്രി, വിജനമായ ഗവൺമെൻറ് ആശുപത്രിൻ്റെ ഏതെങ്കിലും വരാന്തയിൽ ഈ ഉമ്മനെട്ടേച്ച് പോരാം. ആശുപത്രി വരാന്തൻ്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം അവൻ കാണാണ്ട്
പണ്ട് പനിച്ചതും അമ്മയെടുത്തു കൊണ്ടൊപ്പടി ഓരോന്ന് കേറിക്കിതച്ചതും. പണ്ടെനിക്ക് പനിച്ച സമയത്ത് ആ അമ്മ എന്നെ മാറിലെ കടക്കി പിടിച്ച് കേറിക്കിതച്ചതും. അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്നു മണ്ണിലുരച്ചു കടന്നുപോയി. അന്ന് ആ സൂചി കിട്ടിയപ്പം ശരീരത്തിലുണ്ടായ ഒരു മിന്നിപ്പടർന്നൊരു സൂചിമനയുടെ വേദന എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പോയി. കാരണം ആശുപത്രിയുടെ പടിക്കെട്ടുകൾ കയറി അമ്മ എന്നെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വന്നു. അവസാനം ഓം വിചാരിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ മുൻപിലൊക്കെ ഉപേക്ഷിക്കാം, ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ആ സ്ഥാപനത്തിൻ്റെ കലാലയത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം വീണ്ടും അവൻ ഓർക്കുക, പൊട്ടിക്കരഞ്ഞും ഷടിച്ചും കുതറിയുമെത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. എന്നെ കൊണ്ടോന്നാക്കാൻ അമ്മ സ്കൂളിലേക്ക് വന്ന് ഞാൻ കൊതറിയപ്പം പിടിച്ച് ടീച്ചർ കൊണ്ടുപോയപ്പം അമ്മ നെഞ്ചു പൊട്ടിയിട്ടവിടെ നിന്ന് ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളും. ചങ്കിൽ ചോര വന്നതുപോലെ ചങ്ക് പടഞ്ഞ് അമ്മ പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്നതൊക്കെ ആ മകൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരിക. അവസാനവും തീരുമാനിച്ചു, എന്തായാലും അമ്മനെ നീ കളയണ്ട. കാരണം കളയാൻ പറ്റുന്ന ഏത് സ്ഥലം നോക്കിയിട്ടും അതൊക്കെ അമ്മൻ്റെ ഓർമ്മകളുള്ളതാ. അവൻ തീരുമാനിച്ചു, അമ്മനെനിക്ക് കൊണ്ടുപോവാം. ഭാര്യ എന്ത് പറഞ്ഞോട്ടെ, അവളിഞ്ഞെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ എന്തായാലും എൻ്റെ അമ്മനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ സീറ്റിൽ നെയ്യുന്നേറ്റ് പിന്നിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഓർക്കുകയാണ്, ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. നിങ്ങളൊന്നിനും പറ്റൂല, നിങ്ങൾ ഇങ്ങനെ അമ്മൻ്റെ വാലായിട്ട് നടന്നോ എന്ന് എൻ്റെ ഭാര്യ പറയും. അവള് പറയും, ആയിക്കോട്ടെ, മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. എന്തൊക്കെ ആയാലും വേണ്ടിയില്ല, എനിക്ക് കൊണ്ടുപോകണം, എനിക്ക് എൻ്റെ അമ്മനെ തിരിച്ചു കൊണ്ടുപോകണം. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. ബാക്കിലേക്ക് നോക്കുമ്പം അമ്മ നേരത്തേതിനേക്കാളും ഇങ്ങനെ മടങ്ങി ചെരിഞ്ഞിങ്ങനെ കൂലിക്കൂടി സീറ്റിൻ്റെ മൂലയിലേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ ചെന്നു നോക്കുമ്പോൾ അമ്മക്ക് ചലനല്ല, അമ്മ മരിച്ചു കിടക്കുക. പക്ഷെ അമ്മൻ്റെ കണ്ണിങ്ങനെ മകൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ സങ്കടം കൊണ്ട് പറയാ, പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. പീളയടഞ്ഞ് അടഞ്ഞു പോയ കണ്ണുകൾ, പീളയടഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളും അവസാനം മരിക്കുന്നതിൻ്റെ മുൻപും അമ്മ അടച്ചിട്ടില്ല. അമ്മ നോക്കുന്നതാരെയാ? അമ്മ മകനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? ആ മകനൊന്നും പറ്റരുതേന്ന്. ആ മകനെ കാക്കുകയാണ് അമ്മ. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഇതാണൊരുമ്മ, ഇതാണൊരുമ്മ. അതുകൊണ്ടാണല്ലോ ഒരു വാപ്പ പറഞ്ഞതും, രാത്രി കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് പായിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു സുഹൃത്തിനോട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഈ അങ്ങാടികളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യത്തിന്റെ വിലയെങ്കിലും സർക്കാർ തന്നാ മതിയായിരുന്നു എന്ന്. ഓരോ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടച്ച് കളയുന്ന മാലിന്യം കളയാതിരിക്കാൻ വേണ്ടി പോലീസുകാർ കേസെടുക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ഒരായുസ് മുഴുവൻ രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാണനെ പോലെ നെഞ്ചുവിരിച്ച് നിന്നിട്ടും അവസാനം റോഡിന്റെ വക്കുകളിലേക്കും അവസാനം വീടിന്റെ കാവലിൽ മാത്രമാക്കിയും ആ മക്കൾ ഉപേക്ഷിക്കുമ്പോൾ ഒരു മാലിന്യത്തിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരാൻ സർക്കാരിന്റെ നിയമം വേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നൊരു കണ്ണുനീരിന്റെ വേദനയിലേക്ക് നമ്മളെ മാതാപിതാക്കൾ എത്തുന്നുണ്ട് എങ്കിൽ റബ്ബാവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. നാളെ നിങ്ങളുടെയും നരമാദിക്കും, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാർദ്ധക്യത്തിലേക്ക് എത്തും. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ മക്കളിൽ നിന്ന് കരുണയും സ്നേഹത്തിന്റെ തലോടലും സംരക്ഷണവും കടപ്പാടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കണം. പല രക്ഷിതാക്കളും കാർക്കശ്യക്കാരാവുന്നത്
മക്കളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. പല വാപ്പാരും ദേഷ്യപ്പെടുന്നത് മക്കളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു പിതാവിന്റെ നെഞ്ചു വിരിച്ച തണലായിരുന്നു നിങ്ങളുടെ മനസ്സമാധാനം എന്ന് നിങ്ങൾ അറിയുന്നൊരു ദിനം വരാനുണ്ട്. കയറി ചെല്ലുന്ന വീട്ടിൽ നീ എപ്പം വന്നു മോനെ എന്നും നിനക്കെങ്ങനെയുണ്ടെന്നും ചോദിക്കാൻ ഒരു മാതാവും പിതാവും ഇല്ലാത്തൊരു കാലഘട്ടം. വീട്ടിന്റെ ജീവിതത്തിന്റെ അഡ്രസ്സുകൾ നഷ്ടപ്പെട്ട് തന്നെ അടക്കാൻ അല്ലെങ്കിൽ രക്ഷിതാക്കളെ അടക്കിയ കബറിന്റെ അരികിൽ ചെന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ ആ കബറിന്റെ മേലെ കൈയൊന്നു വെച്ച് ആ കബറിലേക്ക് നോക്കി, എന്റെ നാഥാ, എന്റെ വാപ്പാക്കും ഉമ്മാക്കും ആ കബർ എന്ന ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കവാടം, സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ആ വാപ്പാക്കുമ്മാക്ക് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ആ രക്ഷിതാക്കളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, ഹൃദയം കൊണ്ട് കടപ്പാട് ചെയ്യണം. ജീവിതത്തിലേക്ക് നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ എനിക്കെതിരെ സംസാരിക്കുന്ന ഒരു നാവ് എന്റെ രക്ഷിതാക്കൾക്കുണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുന്നവന്റെ നമസ്കാരം മതി റബ്ബിന് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രം പോരാ, സലഫി പർദ്ദയും മത്തയും ധരിച്ചാൽ പോരാ, ഖുർആൻ ഓതി തീർത്താൽ പോരാ, ഹജ്ജ് ചെയ്താൽ പോരാ, ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ നേതൃസ്ഥാനത്ത് കടിഞ്ഞാണായി നിന്ന് ഭാരവാഹിത്വത്തിലേക്ക് എത്തിയാൽ പോരാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി കാണണോ എങ്കിൽ നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തിക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാന്റെ കോപം നിങ്ങൾക്ക് കാണണോ? നിങ്ങളെ ഓർത്ത് കരയുന്ന രക്ഷിതാവിന്റെ മുഖം നിങ്ങൾ കണ്ടാൽ, നിങ്ങളെ ഓർത്ത് കണ്ണരയുന്ന സങ്കടപ്പെട്ട് വിതുമ്പുന്ന നിങ്ങളുടെ മാതാവിന്റെ കണ്ണ് നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോ, നീ സമ്പാദിച്ച സർവവും നീ നേടിയെടുത്ത അമലുകളെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് തിരിഞ്ഞുകുത്തുന്ന, പടച്ച റബ്ബ് പരിഗണിക്കാത്ത, അള്ളാന്റെ നോട്ടമില്ല, വലാ യുസക്കീഹിം, അള്ളാന്റെ പരിശുദ്ധനാക്കലില്ല, വലാ യൻദുർ ഇലൈഹിം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടങ്ങളില്ലാത്ത ആ പരലോകത്ത് റബ്ബേറ്റവും വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ പെടാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി പരിഗണിക്കാൻ സാധിക്കണം. പരിഗണിക്കണം. അതൊരു സമാധാന.